ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ്. നമുക്ക് ഇന്നത്തെ ഈ കാലത്ത് ഗ്യാസിന് വില കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാസ് ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് ഏകദേശം ഒരു 3 മാസത്തോളമൊക്കെ നല്ല പോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്യാസിൻ്റെ ചിലവ് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഇങ്ങനെ കത്തിച്ച് നോക്കുക. കത്തിച്ച് നോക്കുമ്പോൾ ഈ ബർണറിൻ്റെ ഫ്ലെയിം നോക്കുക. ഫ്ലെയിം ഒരു ഓറഞ്ച് കളറ് റെഡ് കളറൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്യാസ് കൂടുതൽ ചിലവാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ബർണറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കരടൊക്കെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബർണർ നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. എങ്കിൽ നമുക്ക് ഈ ബർണർ എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു ബർണർ ഒന്ന് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഈ ബർണർ ക്ലീൻ ആയിരുന്നാലേ ഇതിൻ്റെ ഹോൾസിലൂടെ എല്ലാം കറക്റ്റായിട്ട് ഗ്യാസ് വന്നിട്ട് ആ ഒരു ഫ്ലെയിം നല്ലപോലെ എല്ലായിടത്തും ഒരുപോലെ കത്തുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ ഒരല്പം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കരട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ പോയി കിട്ടും. പിന്നെ അത്യാവശ്യം നല്ലപോലെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും. ഇതുപോലെ ഒരു ചെറിയ ബ്രഷ് നമുക്ക് വാങ്ങാൻ കിട്ടും. 40 രൂപയുള്ളൂ ഇതിൻ്റെ വില. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലത്തെ ബ്രഷ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു ബർണറൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പാത്രത്തിൽ നല്ലപോലെ കരടൊക്കെ വീണ് കിടപ്പുണ്ട്. കണ്ടോ, അതുപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ രാത്രിയിൽ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയിൽ ഇതുപോലെ ഈ ബർണർ ഈ ഒരു ലിക്വിഡിൽ നമുക്ക് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഇതുപോലെ ക്ലീൻ ചെയ്താലും മതി. അപ്പോൾ നല്ലപോലെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലും ആയി കിട്ടും. നമുക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് ഈ ഒരു ടൈമിൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഹോൾസ് എല്ലാം നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ എടുത്തിട്ട് നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് നമുക്ക് സേവ് ആക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബർണർ നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. കത്തിച്ച് നോക്കുമ്പം നല്ല റെഡോ അല്ലെങ്കിൽ ഓറഞ്ചോ കളറിലുള്ള ഫ്ലെയിം അല്ലാതെ നമുക്ക് പാത്രം വയ്ക്കുമ്പം ബ്ലൂ കളറിൽ തന്നെ വേണം ഈ ഒരു ഫ്ലെയിം വരാനായിട്ട്. എന്നാലാണ് നമ്മൾ ഈ ഒരു ബർണർ ക്ലീൻ ആക്കിയതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു സൂപ്പർ ടിപ്പ് നോക്കാം. ഇത് നമുക്ക് ടൈം സേവ് ചെയ്യാനും പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പാണ്. നമ്മൾ പയർ, പരിപ്പ്, കടല ഇതൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് ഇടാനായിട്ട് നമുക്ക് മറന്നുപോയെങ്കിൽ നമ്മളിതുപോലെ കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ പരിപ്പാണ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഒരു സവോളയും കുറച്ച് വെളുത്തുള്ളി എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ടൈം മാത്രമല്ല ഗ്യാസ് സേവ് ആകാനായിട്ട് പറ്റിയ നല്ലൊരു ടിപ്പാണ്. നമ്മൾ പയർ, പരിപ്പ്, കടല ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ കുക്കറിൽ വേവിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, ഗ്യാസ് സേവ് ആകും. പിന്നെ നമ്മൾ ഈ ഒരു മസാല ബോക്സ്, കറിവേപ്പില ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏകദേശം അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നിനും തപ്പി നടക്കണ്ട, നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മളിതുപോലെ ഒരു ചിരട്ടയുടെ പീസ് എടുത്ത് നമ്മൾ പയറോ പരിപ്പോ കടലയോ ഇതെന്താണോ വെക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ ഒരു 5-10 പീസിലൊക്കെ നമ്മൾ ഇട്ട് വേവിക്കുന്ന ആ ഒരു ടൈമിൽ ഇതുപോലെ ചിരട്ടയുടെ പീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെറും 2 വിസിലുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ഇത് പ്രത്യേകിച്ച് സോക്ക് ചെയ്തിട്ടതുമല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് 2 വിസിലുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളിതുപോലെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് മസാല ബോക്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പ്രത്യേകിച്ച് കടുക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വെളിച്ചെണ്ണ ഇതെല്ലാം ഏകദേശം ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കിത് ഓരോന്നും ഗ്യാസ് കത്തിച്ച് വെച്ച് പാത്രം വെച്ചിട്ട് ഓരോന്നിനും നമ്മൾ നടക്കണ്ട. കറിവേപ്പിലയാണെങ്കിലും തൊട്ടടുത്ത് തന്നെ വെക്കുക. കറിവേപ്പില ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നമ്മൾ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് പിന്നെ നമ്മളത് എടുക്കാനൊക്കെ പോകുമ്പോൾ അത്രയും കൂടെ ഗ്യാസ് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 2 വിസിൽ വന്നു. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇതുപോലെ സ്റ്റൗവിൽ പാത്രങ്ങൾ വെക്കുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പം ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ ഒരുപാട് ഫ്ലെയിം പുറത്തേക്കായിട്ട് അങ്ങനെ കുറേ ഗ്യാസ് നമുക്ക് നഷ്ടമാകും.
ഇനിയിപ്പം നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. പരിപ്പ് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വെറും 2 വിസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പരിപ്പ് നല്ലപോലെ വെന്തു. മെഴുക്കുവരട്ടിക്കാണ് നമ്മളിത് റെഡിയാക്കിയിരുന്നത്. ഇനി പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് കടുക് വറുത്താൽ മതി. ഈ ഒരു ചിരട്ടയുടെ പീസ് നമുക്ക് കഴുകി എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ സ്റ്റോക്ക് ചെയ്യാതെ നമുക്ക് മറന്നു പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പയറോ പരിപ്പോ കടലയൊക്കെ വേവിക്കാനായിട്ട് ഈ ഒരു ചിരട്ടയുടെ പീസ് തന്നെ നമ്മൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൺചട്ടികളൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒരു തുണി വെച്ചിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചട്ടി ചൂടാകുന്ന സമയം അത്രയും ഗ്യാസ് നമുക്ക് നഷ്ടമാവില്ല. നമുക്ക് ഈ ഒരു ചട്ടി പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഓയിലും പെട്ടെന്ന് നല്ലപോലെ ചൂടാകും. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ കൂടുതലും പാചകം ചെയ്യുമ്പോൾ മൺചട്ടിയോ ഇരുമ്പ് ചട്ടികളോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു ഗ്യാസ് സേവിങ് ടിപ്പാണ് നമ്മളിതുപോലെ ഒരു ബർണർ സ്റ്റാൻഡ് വാങ്ങുക എന്നുള്ളത്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബർണർ സ്റ്റാൻഡ്. ഇതാകുമ്പോൾ നമുക്ക് വലിയ പാത്രങ്ങളും കറക്റ്റായിട്ട് ആ ഒരു ഫ്ലെയിം ആ പാത്രത്തിൻ്റെ നേരെ തന്നെ കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പാത്രങ്ങളിൽ വെച്ചാലും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗ്യാസിൻ്റെ ഫ്ലെയിം ആ പാത്രത്തിൻ്റെ നേരെ ഡയറക്റ്റായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ബർണർ സ്റ്റാൻഡ് എല്ലാവരും ഒന്ന് വാങ്ങി യൂസ് ചെയ്യുക. നല്ല യൂസ്ഫുള്ളാണ്. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമ്മളത് അടുത്തത് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് ഓഫ് ചെയ്തിട്ട് വീണ്ടും കത്തിക്കും. അങ്ങനെ കത്തിച്ചാൽ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമാകും. അതല്ലാതെ നമ്മൾ അടുത്തത് കുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്റ്റൗവിനോട് അടുപ്പിച്ച് വെച്ചിട്ട് ഇത് കെടുത്താതെ തന്നെ നമ്മൾ ഓഫ് ചെയ്യാതെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കൂടി ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഗ്യാസ് സേവിങ് ടിപ്പുമാണ്, അതുപോലെ തന്നെ ടൈം സേവിങ് ടിപ്പുമാണ്. നമ്മൾ ദോശയൊക്കെ അല്ലെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പാനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ചുട്ടുകൊണ്ട് നിൽക്കാതെ നമുക്ക് 2 പാൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ദോശയോ അല്ലെങ്കിൽ അപ്പമോ ഒക്കെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് രാവിലെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇതുപോലെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കളയിലെ ജോലികൾ തീർക്കാനും കൂടെ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. അത്രയും കൂടി നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പവും ദോശയും മാത്രമല്ല, നമ്മൾ കഴിയുന്നതും നമ്മൾ സ്റ്റൗവിൽ വെച്ച് പാചകം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് നല്ലപോലെ പറ്റും. കാരണം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും, അതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോകാതെ വേഗത്തിൽ വെന്ത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ കൂടുതലും നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീട്ടമ്മമാർ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഗ്യാസ് നല്ലപോലെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണമെങ്കിൽ നമ്മളൊരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് എന്തായാലും ഒരു 10-15 മിനിറ്റ് എടുക്കും ഒരു മുട്ട പുഴുങ്ങി കിട്ടാനായിട്ട്. അത്രയും നമുക്ക് ഗ്യാസ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം നമ്മളിതുപോലെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ 1-2 വിസിലടിച്ചാൽ മതി, നമ്മുടെ മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടും. ഒരു 3 മിനിറ്റ് മതി ഇങ്ങനെ ഒരു മുട്ട പുഴുങ്ങി എടുക്കാനായിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു മുട്ട കാണിച്ചെന്നേ ഉള്ളൂ. ഒന്നല്ല, നമുക്ക് 5-10 മുട്ട ഈ രീതിയിൽ വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയും കൂടി നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഏതൊരു കാര്യം നമ്മൾ ചൂടാക്കാനൊക്കെ ഉണ്ടെങ്കിലും ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിലും അത് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുൻപേ എടുത്ത് പുറത്ത് വെച്ച് ഇതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തിനും ദോഷമാണ് പെട്ടെന്ന് ആ തണുപ്പോടുകൂടി ചൂടാക്കുമ്പോൾ. പിന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാവുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ. ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു സിലിണ്ടറിൽ നിന്നും ഈ ഒരു സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്യൂബ് ഏകദേശം ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ മാറി കൊടുക്കേണ്ടതാണ്. ഇത് സർവീസ് ചെയ്യാൻ വരുന്നവരൊക്കെ പറയുന്നൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ചെറിയ വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും കൂടി നമുക്ക് ഗ്യാസ് ഇതിൻ്റെ ഇടയിൽ കൂടി ലീക്കാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകും. അപ്പോൾ ഇത് എന്തായാലും ഈ ട്യൂബ് മോശമായെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് ഏകദേശം ഒരു 6 മാസം കൂടുമ്പോൾ ഈ ഒരു ട്യൂബ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതാണ്, പുതിയതിടേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 1 മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് 3 മാസം വരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വീട്ടമ്മമാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ.